നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസിനോടുള്ള നിലപാടിൽ മുനമ്പം സമരസമിതിയിൽ ഭിന്നത. പ്രതിപക്ഷ നേതാവിന് തുറന്ന കത്തെഴുതിയ ഒരു വിഭാഗം. വഖഫ് ആക്ട് മൂലം ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളോട് കോൺഗ്രസിന്റെ നിലപാട് എന്തെന്ന് കത്തിലെ ചോദ്യം. കഴിഞ്ഞ നിയമസഭയിൽ എന്തുകൊണ്ട് വിഷയം അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചില്ലെന്നും മുനമ്പം നിവാസികളുടെ ചോദ്യം. സമരപരിപാടികൾ സംഘടിപ്പിക്കാത്തത് എന്തെന്നും മുനമ്പം നിവാസികൾ. മുനമ്പം ജനത എന്ന കൂട്ടായ്മയുടെ പേരിലാണ് പ്രതിപക്ഷ നേതാവിന് തുറന്ന കത്ത്. മുനമ്പത്തിൽ യുഡിഎഫിലും ഭിന്നത. പ്രതിപക്ഷ നേതാവിന്റേത് യുഡിഎഫിൽ ചർച്ച നടത്തിയ ശേഷം വന്ന അഭിപ്രായമല്ലെന്ന് ലീഗ് നേതാവ് MK മുനീർ. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നോ അല്ലെന്നോ തീരുമാനമായിട്ടില്ലെന്നും തീരുമാനം പറയേണ്ടത് സർക്കാരും വഖഫ് ബോർഡുമാണെന്നും മുനീർ. അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം. അക്രമി വെടിവെച്ചത് സുവർണ ക്ഷേത്രത്തിനകത്തുവെച്ച്. സംഭവം സിഖ് മത നേതൃത്വം വിധിച്ച ശിക്ഷ അനുഭവിക്കുന്നതിനിടെ ബാദൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. मारने की कोशिश की गई, पुलिस वालों हिरासत में ले लिया। बड़ी खबरदार जिक्र कर रहे हैं. സംഭലിലേക്ക് പുറപ്പെട്ട രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും തടഞ്ഞു. MP സംഘത്തെ UP പോലീസ് തടഞ്ഞത് ഗാസിപൂർ അതിർത്തിയിൽ. രാഹുലും പ്രിയങ്കയും MPമാരും പുറപ്പെട്ടത് യോഗി സർക്കാരിന്റെ വിലക്ക് വകവയ്ക്കാതെ. പത്ത് ദിവസം കടന്ന പ്രതിസന്ധിക്കൊടുവിൽ ദേവേന്ദ്ര ഫട്നാവിസിനെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു. BJP പാർലമെന്ററി പാർട്ടി യോഗമാണ് ഫട്നാവിസിനെ ലെജിസ്ലേറ്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തത്. ചന്ദ്രകാന്ത് പാട്ടീലാണ് യോഗത്തിൽ പേര് നിർദ്ദേശിച്ചത്. പങ്കജ് മുണ്ട പിന്താങ്ങുകയും ചെയ്തു. ഇത് മൂന്നാം തവണയാണ് ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകുന്നത്. ചേലക്കരയിൽ നിന്ന് വിജയിച്ച UR പ്രദീപും പാലക്കാട് നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലും MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭാ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ സ്പീക്കർ AN ഷംസീറിന് മുമ്പാകെയാണ് ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്തത്. UR പ്രദീപ് 2016-ലും ചേലക്കരയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭയിലെത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായാണ് സഭയിലെത്തുന്നത്. വീണ്ടും വില കൂട്ടി സപ്ലൈകോയിൽ 4 സാധനങ്ങൾക്ക് വില കൂട്ടി. ജയ-അരി, പച്ചരി, വെളിച്ചെണ്ണ, വൻപയർ തുടങ്ങിയ സാധനങ്ങൾക്കാണ് വില കൂട്ടിയത്. ജയ-അരിക്ക് കൂട്ടിയത് 4 രൂപയും പച്ചരിക്ക് 3 രൂപയും കൂട്ടി. വെളിച്ചെണ്ണയ്ക്ക് 10 രൂപ, വൻപയറിന് 4 രൂപ ഇങ്ങനെയാണ് കൂട്ടിയത്. 75 രൂപയായിരുന്ന വൻപയർ 79 രൂപയാക്കി. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം ഉടൻ. തീരുമാനം ഇന്നോ നാളെയോ ഉണ്ടാകും. ഡിസംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന വിധമാകും നിരക്ക് വർധന. ഈ വർഷം യൂണിറ്റിന് 40 പൈസയും ജനുവരി മുതൽ വേനൽക്കാല പ്രത്യേക നിരക്കായി യൂണിറ്റിന് 10 പൈസ അധികവും വർദ്ധിപ്പിക്കണമെന്നാണ് KSEBയുടെ ആവശ്യം. യൂണിറ്റിന് 20 പൈസ വർദ്ധിപ്പിക്കാനാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ആലോചന എന്നാണ് സൂചന. ഉപതെരഞ്ഞെടുപ്പ് കാരണമാണ് നിരക്ക് വർധനയിൽ തീരുമാനം വൈകിയത്. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ ADGP MR അജിത്കുമാറിനെ ചോദ്യം ചെയ്ത് വിജിലൻസ്. ആഡംബര വീട് നിർമ്മാണത്തിൽ ഉൾപ്പെടെയാണ് വിവരങ്ങൾ തേടിയത്. വായ്പയുടെ രേഖകളടക്കം MR അജിത്കുമാർ കൈമാറി. സംസ്ഥാനത്തെ ഡിജിറ്റൽ തട്ടിപ്പുകളിൽ കേസെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ED കൊച്ചി യൂണിറ്റാണ് കേസെടുത്തത്. ഡിജിറ്റൽ തട്ടിപ്പുകളുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം വ്യാപിപ്പിക്കും. കഴിഞ്ഞ ദിവസം ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസും ED അന്വേഷണ പരിധിയിലുണ്ട്. പ്രതികളെ ED കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കേസിൽ ഹവാല ബന്ധം കണ്ടെത്തിയിരുന്നു. ഡിജിറ്റൽ തട്ടിപ്പുകളിൽ ആദായനികുതി വകുപ്പും അന്വേഷണം തുടങ്ങി. കേരയിൽ നിർണായക ചർച്ച നാളെ. ദക്ഷിണ റെയിൽവേ ഉദ്യോഗസ്ഥരും കേരയിൽ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ച കൊച്ചിയിൽ. ബ്രോഡ്ഗേജ് പാതയിലേക്ക് കേരയിൽ പദ്ധതി പരിഷ്കരിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ചർച്ച ചെയ്യും. വേഗം കൂടിയ ചരക്ക് ട്രെയിൻ ഓടിക്കാൻ കഴിയുന്നതിൽ പാത നിർമ്മിക്കണമെന്ന നിർദ്ദേശവും ചർച്ചയാകും.
വിവിധ സർക്കാർ വകുപ്പുകളും അവയ്ക്കു കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും ബാങ്കിൽ നിക്ഷേപിച്ച പണം ട്രഷറിയിലേക്ക് മാറ്റണമെന്ന് ചീഫ് സെക്രട്ടറി. സർക്കാർ നിർദ്ദേശത്തിന് വിരുദ്ധമായി ബാങ്കുകളിൽ നിക്ഷേപിച്ച 3000 കോടി രൂപ ട്രഷറിയിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം. വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയത്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്താണ് നിർദ്ദേശം. ക്രിസ്മസിന് മുമ്പ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുന്നതടക്കമുള്ള ചെലവുകൾക്കായി സംസ്ഥാന സർക്കാർ 3000 കോടി കടമെടുക്കും. സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നാണ് കടമെടുക്കുന്നത്. 1500 കോടി ഇന്നലെ റിസർവ് ബാങ്ക് വഴി കടമെടുത്തിരുന്നു. 4 മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇപ്പോഴത്തെ കുടിശ്ശിക. ഇടുക്കിയിലെ ഏലമലകൾ സംബന്ധിച്ച വിഷയം സുപ്രീം കോടതിയിൽ വനഭൂമിയാക്കണമെന്ന അവകാശവാദങ്ങൾ തള്ളുമെന്നും പട്ടയം വിതരണം അടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂല ഇടപെടൽ ഉണ്ടാകുമെന്നുമുള്ള പ്രതീക്ഷയിൽ കർഷകർ. CHR റവന്യൂ ഭൂമിയാണെന്നത് അടക്കമുള്ള എല്ലാ ആധികാരിക രേഖകളും സർക്കാർ സമർപ്പിച്ചിട്ടുണ്ടെന്ന് CPI ഇടുക്കി ജില്ലാ നേതൃത്വം അറിയിച്ചു. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയോട് ക്രൂരത കാണിച്ച കേസിലെ പ്രതികൾ റിമാൻഡിൽ. ശിശുക്ഷേമ സമിതിയിലെ ആയമാരായിരുന്ന അജിത, മഹേശ്വരി, സിന്ധു എന്നിവർ റിമാൻഡിൽ. ഇവരെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റി. പ്രതികൾക്കെതിരെ പോക്സോ വകുപ്പിന് പുറമെ ജുവനൈൽ ജസ്റ്റിസ് വകുപ്പ് കൂടി ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് മ്യൂസിയം പോലീസ് അറിയിച്ചു. സംഭവത്തിൽ CWCയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിക്ക് നേരെയുള്ള ശാരീരിക പീഡനത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മുൻ ആയ. ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നതിനാണ് ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിക്കുന്നതെന്ന് അവർ പറഞ്ഞു. പരാതി പറയുന്ന ആയമാർ ഒറ്റപ്പെടും. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്നും അവർ പറഞ്ഞു. പ്രതികൾ മുമ്പും കുറ്റം ചെയ്തവരാണ്. കുട്ടികളെ അടിച്ചതിന് നേരത്തെയും ഇതേ പ്രതികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചുവെങ്കിലും ഇടത് രാഷ്ട്രീയ ബന്ധമുള്ള 3 പേരെയും ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുകയായിരുന്നുവെന്നും ആയ പറഞ്ഞു. അസാധാരണ വൈകല്യങ്ങളോടെ കുഞ്ഞു ജനിച്ച സംഭവത്തിൽ സമരത്തിനൊരുങ്ങി കുടുംബം. ഡോക്ടർമാർക്ക് അനുകൂലമായി അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയതിൽ പ്രതിഷേധവുമായി കുടുംബം. സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് കുഞ്ഞിന്റെ അച്ഛൻ. തുടർ നടപടി സ്വീകരിക്കുന്നതുവരെ സത്യാഗ്രഹ സമരം നടത്തും. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം. ആരോഗ്യമന്ത്രി ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും കുട്ടിയുടെ പിതാവ് അനീഷ്. കൊല്ലത്ത് ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിക്കൊന്ന പ്രതി പത്മരാജന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെ രാത്രിയാണ് കൊല്ലം നഗരത്തിലെ ചെമ്മാമുക്കിൽ ബേക്കറി ഉടമയായ അനിലയും ജീവനക്കാരനായ സോണിയും സഞ്ചരിച്ച കാർ തടഞ്ഞ് പത്മരാജൻ പെട്രോൾ ഒഴിച്ച് തീയിട്ടത്. പൊള്ളലേറ്റ സോണി ചികിത്സയിലാണ്. പ്രതി പത്മരാജന്റെ മൊഴി പുറത്ത്. അനിലയ്ക്ക് കച്ചവട സ്ഥാപനത്തിലെ പങ്കാളിയുമായി ഉണ്ടായിരുന്ന അടുപ്പമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൺമുന്നിലിട്ട് ഹനീഷ് കഴിഞ്ഞ ദിവസം തന്നെ മർദ്ദിച്ചിട്ടും പിടിച്ചുമാറ്റാൻ പോലും ഭാര്യ അനില തയ്യാറായില്ല. ഹനീഷുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും അനുസരിച്ചില്ല. തനിക്ക് വിഷമം 14 വയസ്സുകാരിയായ മകളെ ഓർത്ത് മാത്രമെന്നും പത്മരാജൻ പോലീസിനോട്. പത്മരാജൻ വാഹനം കുറുകെ നിർത്തിയ ശേഷം അനിലയുടെ കാറിനുള്ളിലേക്ക് പേപ്പർ കത്തിച്ചെറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ ന്യൂസ് 18നോട്. പിന്നീട് കണ്ടതൊരു തീഗോളമാണെന്നും നാട്ടുകാർ. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് നിലവിളിച്ച അനിലയെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നെന്നും നാട്ടുകാർ. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. മരിച്ചത് സേലം സ്വദേശി ധനപാലൻ. അപകടം കൊല്ലം ആര്യങ്കാവിൽ. ലോറിയുമായി കൂട്ടിയിടിച്ചാണ് ബസ് മറിഞ്ഞത്. ദർശനം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ബസ്സിലുണ്ടായിരുന്നത് 25 യാത്രക്കാർ. പരിക്കേറ്റവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആര്യങ്കാവിലെ വാഹനാപകടത്തിൽ ശബരിമല തീർത്ഥാടകൻ മരിച്ച സംഭവത്തിൽ ഇൻഷുറൻസ് തുകയായ 5 ലക്ഷം രൂപ അടിയന്തരമായി കൈമാറാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം G. സുന്ദരേശൻ. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട മുഴുവൻ ചെലവും സർക്കാർ വഹിക്കും. അപകടത്തിൽ പരിക്ക് പറ്റിയവർക്ക് ധനസഹായം നൽകുന്നതുൾപ്പെടെ പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അപകടത്തിൽപ്പെട്ട പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരെ അദ്ദേഹം സന്ദർശിച്ചു. CPM പുറത്താക്കിയ മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയും ഡിവൈഎഫ്ഐ നേതാവായിരുന്ന മകൻ മിഥുനും BJPയിൽ ചേർന്നു. BJP ആസ്ഥാനമായ മാരാർജി ഭവനിൽ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ BJP അംഗത്വം നൽകി. ഇന്നലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ മധുവിന്റെ വീട്ടിലെത്തി പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. BJPയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷനിൽ സ്വീകരണം. സന്ദീപിന് സ്വീകരണം ഒരുക്കിയത് INTUC പ്രവർത്തകർ. BJPക്ക് മാൻ പവർ സപ്ലൈ ചെയ്യുന്ന ഏജൻസിയായി CPM മാറിയെന്ന് സന്ദീപ് വാര്യർ. BJP അധികാരത്തിൽ വന്നാൽ ലഭിക്കുക അഴിമതിയും
സ്വജനപക്ഷപാതവുമെന്ന് സന്ദീപ് വാര്യർ. കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ എന്ത് സംഭവിക്കുമെന്നതിന് ഉദാഹരണമാണ് പാലക്കാട്, പന്തളം നഗരസഭകൾ. ഇവിടേക്ക് എയിംസ് കൊണ്ടുവരാൻ കേരളത്തിലെ BJP നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും സന്ദീപ്. കേരളത്തിൽ CPMന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്ന BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. പിണറായി തന്നെ അതിന്റെ ഉദകക്രിയ ചെയ്യും. പല ജില്ലകളിൽ നിന്നായി നിരവധി CPM പ്രവർത്തകർ BJPയിലേക്ക് ഉടൻ വരും. CPM വിടുന്നവരും കോൺഗ്രസിലേക്ക് പോകില്ല. BJPയാണ് ബദലായി കാണുന്നതെന്നും സുരേന്ദ്രൻ. CPM വിട്ട BJPയിലേക്ക് വന്ന ആലപ്പുഴയിലെ ബിബിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസെടുത്തതിൽ പ്രതികരണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. സംസ്ഥാന മന്ത്രിസഭയിലെ 2 മന്ത്രിമാർക്കെതിരെ ഗാർഹിക പീഡന പരാതിയുണ്ട്. എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നും സുരേന്ദ്രൻ. മാധ്യമങ്ങളോട് വീണ്ടും തട്ടിക്കയറി സുരേന്ദ്രൻ. മാധ്യമപ്രവർത്തകരെ മാപ്രകളെന്ന് അധിക്ഷേപിച്ച് സുരേന്ദ്രൻ. മറ്റാരോടെങ്കിലും അച്ചാരം വാങ്ങി ഇവിടെ വന്ന് ചോദിക്കരുതെന്നും സുരേന്ദ്രൻ. KPCC പുനഃസംഘടന ഉടൻ ഉണ്ടായേക്കും. ഒഴിവന്ന പദവികളിലേക്ക് പുതുമുഖങ്ങളെ പരിഗണിക്കുന്ന കാര്യവും സജീവ ചർച്ചയിലാണ്. കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെക്കാത്ത KPCC വൈസ് പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും DCC അധ്യക്ഷന്മാരെയും മാറ്റിയേക്കുമെന്നാണ് സൂചന. അതേസമയം KPCC അധ്യക്ഷന് സ്ഥാനചലനം ഉണ്ടായാൽ പ്രതിപക്ഷ നേതാവിനെയും മാറ്റണമെന്ന മറുവാദം സുധാകരപക്ഷം സജീവമാക്കിയിട്ടുണ്ട്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലെ അന്തിമ റിപ്പോർട്ട് കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ ഈ ആഴ്ച ആഭ്യന്തര വകുപ്പിന് കൈമാറും. കൈക്കൂലി ഇടപാട് സംബന്ധിച്ച വിജിലൻസ് സ്പെഷ്യൽ സെൽ കഴിഞ്ഞ ദിവസം അന്വേഷണം പൂർത്തിയാക്കിയിരുന്നു. പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതിനായി കൈക്കൂലി നൽകിയെന്ന അപേക്ഷകനായിരുന്ന പ്രശാന്തിന്റെ ആരോപണത്തിലാണ് അന്വേഷണം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിലെന്ന് SFIO. സർക്കാർ അനുമതി നൽകിയാൽ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കുമെന്നും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകുമെന്നും SFIO അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ SFIO സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷന്റെ ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലെന്നും സ്വതന്ത്ര അന്വേഷണമാണ് നടക്കുന്നതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണോ വേണ്ടയോ എന്നത് കേന്ദ്രം തീരുമാനിക്കും. CMRLന്റെ ഹർജി തള്ളണമെന്നും SFIOയുടെ സത്യവാങ്മൂലത്തിൽ പറയും. എറണാകുളം തൃപ്പൂണിത്തുറ പള്ളിയിലെ സംഘർഷത്തിൽ ഇടവക വികാരി ഫാദർ ജോഷി വാഴപ്പറമ്പിൽ ഉൾപ്പെടെയുള്ള 35 പേർക്കെതിരെ കേസ്. പള്ളിയുടെ ചുമതല ഏറ്റെടുക്കാനെത്തിയ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ കുര്യൻ ഭരണിക്കുളങ്ങരയെ തടഞ്ഞതിനാണ് കേസെടുത്തത്. അന്യായമായി സംഘം ചേർന്നതിനും സംഘർഷാവസ്ഥ ഉണ്ടാക്കിയതിനുമാണ് നടപടി. KCBC സമ്മേളനത്തിന് ഇന്ന് തുടക്കം. മുനമ്പം വിഷയം, വയനാട് ദുരന്തത്തിലെ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. മുനമ്പത്ത് ശാശ്വത പരിഹാരം വേണമെന്ന നിലപാടിൽ KCBC. വിലങ്ങാട് ദുരന്ത മേഖലയിലും നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടും. കളർകോട് അപകടത്തിൽ മരിച്ച MBBS വിദ്യാർത്ഥി ആയുഷിന്റെ മൃതദേഹം കാവാലത്ത് സംസ്കരിച്ചു. നിറകണ്ണുകളോടെ ഗ്രാമം സാക്ഷിയായത് വൈകാരിക രംഗങ്ങൾക്ക്. ദേവാനന്ദിന്റെ സംസ്കാരം ഉച്ചയോടെ കോട്ടയം മറ്റക്കരയിൽ നടക്കും. ആശുപത്രിയിലുള്ള ഒരു വിദ്യാർത്ഥിയുടെ നില ഗുരുതരമായി തുടരുന്നു. മെഡിക്കൽ ബോർഡ് യോഗം ചേരും. അപകട സമയത്ത് കാർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ബസ് ഡ്രൈവർ കുറ്റക്കാരനല്ലെന്നും അപകട മരണങ്ങളിൽ പ്രാഥമിക റിപ്പോർട്ടിൽ പ്രതി ചേർക്കുന്നത് സ്വാഭാവികമെന്നും പോലീസ് അറിയിച്ചു. ആലപ്പുഴ കളർകോടുണ്ടായ വാഹന അപകടത്തിൽ MBBS വിദ്യാർത്ഥികൾ മരിച്ചതിനെ തുടർന്ന് വാഹനങ്ങളുടെ പരിശോധന ശക്തമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ വീണ്ടും പരിശോധിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. സ്കൂൾ ബസ്സുകളുടെയും ഫിറ്റ്നസ് പരിശോധിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ സ്കൂൾ ബസ്സുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശം. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. ഇന്നലെ ദർശനം നടത്തിയത് 75,453 തീർത്ഥാടകർ. സ്പോട്ട് ബുക്കിംഗ് വഴി 12,239 പേരെത്തി. മണ്ഡലകാലം തുടങ്ങി ഇതുവരെയും 13,92,335 തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങിയത്. ഇന്ന് ഇതുവരെ 32,000 പേർ സന്നിധാനത്തെത്തി. US കോൺസുലേറ്റ് ജനറൽ കുസാറ്റ് പങ്കാളിത്തത്തിൽ കൊച്ചിയിൽ പൊതുജനത്തിനായി അമേരിക്കൻ കോർണർ തുറന്നു. US കോൺസുലേറ്റ് ജനറൽ കാര്യാലയത്തിലെ പബ്ലിക് അഫയേഴ്സ് ഓഫീസർ ജീൻ ബ്രിഗാൻറ്റി, കുസാറ്റ് വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ M. ജുനൈദ് ബുഷിരി എന്നിവർ സംയുക്തമായി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. അന്താരാഷ്ട്ര വാർത്തകൾ.
അഗർത്തലയിലെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ ഓഫീസിൽ നടന്ന പ്രതിഷേധത്തിൽ നിലപാട് കടുപ്പിച്ച് ബംഗ്ലാദേശ്. ത്രിപുരയിലെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ ഓഫീസിന്റെ പ്രവർത്തനം ബംഗ്ലാദേശ് നിർത്തി. ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പ്രണയ് വർമ്മയെ വിദേശകാര്യ ഓഫീസിൽ വിളിച്ചുവരുത്തി. ആക്ടിംഗ് ഫോറിൻ സെക്രട്ടറി എം റിയാസ് ഹമീദുള്ള സംഭവത്തിൽ ബംഗ്ലാദേശിനുള്ള അതൃപ്തി അറിയിച്ചു. ബംഗ്ലാദേശിൽ അറസ്റ്റിലായ ഹിന്ദു ആത്മീയ നേതാവ് ചിന്മയ് കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ അടുത്ത മാസം 2 പരിഗണിക്കാൻ മാറ്റി. അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകാൻ അഭിഭാഷകരും എത്താത്ത സാഹചര്യത്തിലാണ് ചത്തോഗ്രാം മെട്രോപൊളിറ്റൻ കോടതിയുടെ നടപടി. ദേശീയ പതാകയെ അപമാനിച്ചെന്നാരോപിച്ച് കഴിഞ്ഞ 25-നാണ് ചിന്മയെ അറസ്റ്റ് ചെയ്തത്. ബംഗ്ലാദേശിലെ സന്യാസിമാരോടും അനുയായികളോടും അഭ്യർത്ഥനയുമായി ഇസ്കോൺ. സുരക്ഷയ്ക്കായി നടപടികൾ സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥന. നേരം ഇരുട്ടി വെളുക്കും മുമ്പ് ദക്ഷിണ കൊറിയയിലെ പട്ടാള ഭരണം പിൻവലിപ്പിച്ച് ജനം. ജനാധിപത്യം തിരികെ വേണമെന്ന മുദ്രാവാക്യങ്ങളുമായി ജനം പാർലമെന്റ് വളഞ്ഞു. ഇന്നലെ പട്ടാള ഭരണം പ്രഖ്യാപിച്ചത് പ്രസിഡന്റ് യൂൻ സോക്യോൾ. സിറിയൻ സർക്കാരിനെതിരെ വിമതർ നയിക്കുന്ന സായുധ കലാപം രൂക്ഷമാകുന്നു. രാജ്യത്തെ 2ാമത്തെ വലിയ നഗരമായ ആലപ്പോ പിടിച്ചടക്കിയ വിമത സംഘം ഹമാ നഗരത്തിന്റെ വടക്കൻ അതിർത്തിയിലേക്ക് പ്രവേശിച്ചുവെന്നാണ് റിപ്പോർട്ട്. വിമതരെ ഒതുക്കാൻ അതിശക്തമായ നീക്കങ്ങളുമായി പ്രസിഡന്റ് ബാഷർ അൽ അസദ് സർക്കാരും റഷ്യയും. പ്രാദേശിക വാർത്തകൾ. GCDA കലൂർ കടവന്ത്ര റോഡിന്റെ കുഴികൾ അടയ്ക്കാത്തതിൽ കോൺഗ്രസ് പ്രതിഷേധം. റോഡിൽ വാഴ വെച്ചാണ് പ്രതിഷേധം. കുഴി അടയ്ക്കാൻ GCDA കരാർ തൊഴിലാളികളെത്തി. പ്രതിഷേധം കാരണം റോഡിൽ ഗതാഗതക്കുരുക്കുണ്ടായതിൽ നാട്ടുകാരിയായ സ്ത്രീ പ്രതിഷേധിച്ചു. ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിന് യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് ഭാരവാഹികൾ ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസെടുത്തു. അമൽചന്ദ്, മിഥുൻ, വിധു, ഉദയൻ, അലൻ എന്നിവർക്കെതിരെയാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. ഭിന്നശേഷി ദിനത്തിലാണ് 2ാം വർഷ ഇസ്ലാമിക ഹിസ്റ്ററി വിദ്യാർത്ഥി മുഹമ്മദ് അനസിന് മർദ്ദനമേറ്റത്. കൊടിയും തോരണങ്ങളും കെട്ടാൻ ആവശ്യപ്പെട്ടപ്പോൾ കാലിന് സ്വാധീനക്കുറവുണ്ടെന്ന് മറുപടി പറഞ്ഞതിനാണ് മർദ്ദിച്ചെന്ന് പരാതി. വൈകല്യമുള്ള കാലിൽ ഷൂ വെച്ച് ചവിട്ടുകയും കളിയാക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നും പരാതി. ഭീമാപള്ളി ഉറൂസ് ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഉറൂസ് 13-ാം തീയതി വരെ. ഉറൂസിനോടനുബന്ധിച്ച വിവിധ ആഘോഷ പരിപാടികളും നടക്കും. എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ ലാപ്ടോപ്പ് നൽകുമെന്ന അറിയിപ്പ് വ്യാജമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിലാണ് സന്ദേശം പ്രചരിപ്പിക്കുന്നത്. അപേക്ഷകരുടെ വിവരങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടാണ് തട്ടിപ്പ്. വാട്സ്ആപ്പ് സന്ദേശം വഴി ലിങ്ക് എത്തിച്ച് ഉള്ള തട്ടിപ്പിൽ വീഴരുതെന്നും മന്ത്രി. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സമരം. പെൻഷൻ പരിഷ്കരിക്കുക, ഓണം ഉത്സവ ബത്ത പുനഃസ്ഥാപിക്കുക, പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. കായംകുളത്ത് KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച അപകടം. KP റോഡിലെ 3-ാംകുറ്റി ജംഗ്ഷനിൽ രാവിലെയാണ് അപകടമുണ്ടായത്. സ്വകാര്യ ബസ് KSRTC ബസ്സിന് പിന്നിലിടിക്കുകയായിരുന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യുവസംരംഭകർക്ക് വഴി തെളിച്ച പെരിന്തൽമണ്ണയിൽ വീണ്ടും സ്കെയിൽ അപ്പ് കോൺക്ലേവ്. സ്കെയിൽ അപ്പ് കോൺക്ലേവിന്റെ 2ാം എഡിഷൻ ഫെബ്രുവരി 15-16 തീയതികളിൽ പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് നജീബ് കാന്തപുരം MLA വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ വ്യവസായ IT പാർക്കും 50 സംരംഭങ്ങളും 2000 തൊഴിലവസരങ്ങളുമാണ് ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം വർക്കല ചെമ്മരുതിയിൽ കിണർ വെള്ളത്തിൽ രാസവസ്തുവിന്റെ സാന്നിധ്യം. പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. രാസവസ്തു സാന്നിധ്യം 20ഓളം വീടുകളിലെ കിണറുകളിൽ. ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതരുടെ ഉറപ്പ്. തിരൂർ കൂട്ടായിൽ മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ട് യുവാവ് മരിച്ചു. പുതിയ കടപ്പുറം സ്വദേശി കടുവുണ്ടി പുരയ്ക്കൽ യൂസഫാണ് മരിച്ചത്. കൂട്ടായിൽ നിന്നും 4 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം. മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കൊല്ലം കുമ്മിൽ കീഴുനിലയിൽ വീടിന്റെ ഭിത്തി തകർന്നു വീണ് തൊഴിലാളി മരിച്ചു. കീഴുനില സ്വദേശി സലീമാണ് മരിച്ചത്. നിർമ്മാണ തൊഴിലാളിയായ സലീം പഴയ വീട് പൊളിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ഉടൻ തന്നെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തീവണ്ടിയിലും ബസ് സ്റ്റാൻഡിലും തിരക്കിനിടെ യാത്രക്കാരുടെ മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്നയാൾ പോലീസ് പിടിയിൽ. കണ്ണൂർ വളപട്ടണം സെയ്ബു മൻസിലിൽ മുഹമ്മദ്
ഷഹീറിനെയാണ് ആലുവ പോലീസ് പിടികൂടിയത്. ഒക്ടോബറിൽ കാക്കനാട് ജയിലിൽ നിന്നും പുറത്തിറങ്ങി പുതിയ മോഷണത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് ഇയാൾ നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ ഒരാൾ മരിച്ചു. അപകടം കൊല്ലം ആര്യങ്കാവിൽ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് ബസ് മറിഞ്ഞത്. ദർശനം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ബസ്സിലുണ്ടായിരുന്നത് 50 യാത്രക്കാർ. പരിക്കേറ്റവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPM പുറത്താക്കിയ മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ഇന്ന് BJPയിൽ ചേരും. BJP ആസ്ഥാനമായ മാരാർജി ഭവനിൽ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പാർട്ടി അംഗത്വം നൽകും. ഇന്നലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ മധുവിന്റെ വീട്ടിലെത്തി പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. DYFI നേതാവായിരുന്ന മകൻ മിഥുനും മധുവിനൊപ്പം BJPയിൽ ചേരും. ചേലക്കരയിൽ നിന്ന് വിജയിച്ച UR പ്രദീപും പാലക്കാട് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലും ഇന്ന് MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്യും. നിയമസഭ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിലാണ് സ്പീക്കർ AN ഷംസീറിന് മുമ്പാകെ ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്യുക. UR പ്രദീപ് 2016-ലും ചേലക്കരയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയിലെത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായാണ് സഭയിലെത്തുന്നത്. കേരയിൽ നിർണായക ചർച്ച നാളെ. ദക്ഷിണ റെയിൽവേ ഉദ്യോഗസ്ഥരും കേരയിൽ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ച കൊച്ചിയിൽ. ബ്രോഡ്ഗേജ് പാതയിലേക്ക് കേരയിൽ പദ്ധതി പരിഷ്കരിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ചർച്ച ചെയ്യും. വേഗം കൂടിയ ചരക്ക് ട്രെയിൻ ഓടിക്കാൻ കഴിയുന്ന രീതിയിൽ പാത നിർമ്മിക്കണമെന്ന നിർദ്ദേശവും ചർച്ചയാകും. ഇടുക്കിയിലെ ഏലമലകൾ സംബന്ധിച്ച വിഷയം സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. വനഭൂമി ആക്കണമെന്ന അവകാശവാദങ്ങൾ തള്ളുമെന്നും പട്ടയം വിതരണം അടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂല ഇടപെടൽ ഉണ്ടാകുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് കർഷകർ. CHR റവന്യൂ ഭൂമിയാണെന്നതടക്കമുള്ള എല്ലാ ആധികാരിക രേഖകളും സർക്കാർ സമർപ്പിച്ചിട്ടുണ്ടെന്ന് CPI ഇടുക്കി ജില്ലാ നേതൃത്വം അറിയിച്ചു. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയോട് ക്രൂരത കാണിച്ച കേസിലെ പ്രതികളെ റിമാൻഡ് ചെയ്തു. ശിശുക്ഷേമ സമിതിയിലെ ആയമാരായിരുന്ന അജിത, മഹേശ്വരി, സിന്ധു എന്നിവർ റിമാൻഡിൽ. ഇവരെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റി. പ്രതികൾക്കെതിരെ പോക്സോ വകുപ്പിന് പുറമെ ജുവനൈൽ ജസ്റ്റിസ് വകുപ്പ് കൂടി ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് മ്യൂസിയം പോലീസ് അറിയിച്ചു. സംഭവത്തിൽ CWCയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കൊല്ലത്ത് ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്ന പ്രതി പത്മരാജന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെ രാത്രിയാണ് കൊല്ലം നഗരത്തിലെ ചെമ്മാമുക്കിൽ ബേക്കറി ഉടമയായ അനിലയും സോണിയും സഞ്ചരിച്ച കാറിൽ തീ വെച്ചത്. പരിക്കേറ്റ സോണി ചികിത്സയിലാണ്. ആലപ്പുഴയിൽ അപകടത്തിൽ മരിച്ച 2 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന് നടക്കും. ആയുഷിന്റെ സംസ്കാരം രാവിലെ 10 മണിക്ക് കാവാലത്ത് നടത്തും. 2 മണിയോടെ പാലായിലെ താവാട്ടുവളപ്പിലാണ് ദേവാനന്ദന്റെ സംസ്കാര ചടങ്ങുകൾ. ആലപ്പുഴ അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സ വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് യോഗം ഇന്ന് ചേരും. ചികിത്സയിലുള്ള ഒരു വിദ്യാർത്ഥിയുടെ നില അതീവ ഗുരുതരമാണ്. അപകട സമയത്ത് കാർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ബസ് ഡ്രൈവർ കുറ്റക്കാരനല്ലെന്നും അപകട മരണങ്ങളിൽ പ്രാഥമിക റിപ്പോർട്ടിൽ പ്രതി ചേർക്കുന്നത് സ്വാഭാവികമെന്നും പോലീസ് അറിയിച്ചു. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. സ്പോട്ട് ബുക്കിംഗ് വഴി 12,239 പേരെത്തി. മണ്ഡലകാലം തുടങ്ങി ഇതുവരെയും 13,92,335 തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങിയത്. ഇന്ന് നാവികസേനാ ദിനം. ഒഡീഷയിലെ പുരി ബ്ലൂ ബീച്ചിൽ നാവികസേനാ ദിനം ആഘോഷിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. സൈനികാഭ്യാസം ഉണ്ടാകും. മറ്റു നാവികസേനാ മേഖലാസ്ഥാനങ്ങളിലും ആഘോഷങ്ങളുണ്ട്. 1971 ഇന്ത്യ പാക് യുദ്ധകാലത്തെ നാവികാക്രമണമായ ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ വാർഷികമായാണ് നാവിക ദിനം ആചരിക്കുന്നത്.